ഒരു വ്യക്തിക്ക് കൊണ്ട് അടിസ്ഥാനപരമായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളതാണ്. തന്നെ കൈപിടിച്ച് ഉയർത്തിയവരെ മറക്കാതിരിക്കുക. ആ ഒരു ഗുണം ഇല്ലാത്ത ഒരാളാണ് ഇന്ന് നെസ്ലൻ. അതില്ലാത്തതുകൊണ്ട് നെസ്ലിനോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയും. ഒരു നടൻ അയാൾക്ക് ഭയങ്കര ഹിറ്റ് നൽകിയ ഒരു സംവിധായകനോട് നോ പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം, ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എന്നും അയാളുടെ പടം ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ അതുപോലെയല്ല ഗിരീഷ് ഷെഡി നെസ്ലൻ. കൊടുങ്ങല്ലൂർ കിടന്നിരുന്ന ഒരാൾ പോലും അറിയാത്തൊരു പയ്യന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുത്ത് അവൻ്റെ മുഖം സ്ക്രീനിൽ കാണിച്ച് അതിനുശേഷം തുടർച്ചയായി അവനുമായി 4 പടങ്ങൾ ചെയ്ത് അതിൽ തന്നെ അവനെ നായകനാക്കിയ പടം പെട്ടിയിൽ കിടന്നിട്ട് വീണ്ടും അവനെ നായകനാക്കി അവതരിപ്പിച്ച് അവന് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റാർ വാല്യൂ പട്ടം നേടിക്കൊടുത്ത ആളാണ് ഗിരീഷ് ഷെഡി. ഈ ഗിരീഷ് ഷെഡി ഏറ്റവും നന്നായി അറിയുന്നവനാണ് നെസ്ലൻ. ആ നെസ്ലൻ ആണ് പ്രേമലു 2ൻ്റെ സ്ക്രിപ്റ്റ് പോരാ എന്ന് പറഞ്ഞിട്ട് ആ പ്രേമലു 2 ഉപേക്ഷിച്ചത്. ഇന്നും കൂടെ നെസ്ലൻ ബിഖുവിൻ്റെ ആഫ്റ്റർ സക്സസ് ഇൻ്റർവ്യൂവിൽ ഗിരീഷ് വന്ന് പറയുന്നത് പ്രേമലു 2 ഇറങ്ങുകയായിരുന്നെങ്കിൽ അത് പ്രേമലുവിനേക്കാൾ വലിയ വിജയമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ്. അതാരാണ് പറയുന്നതെന്ന് നോക്കണം. ഗിരീഷ് ഷെഡിയാണ്. ഗിരീഷ് ഷെഡി സിനിമകളെല്ലാം നമുക്കറിയാം. അത് വലിയ കഥ കൊണ്ട് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഗിരീഷ് ഷെഡി അത് എടുത്തു വെക്കുമ്പോൾ അതൊരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ റിപ്പീറ്റ് വാല്യൂ നൽകുന്ന സിനിമകളായി അത് മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗിരീഷ് ഷെഡിയോട് കൂടിയാണ് നെസ്ലൻ നോ പറയുന്നത്. പറഞ്ഞല്ലോ, മറ്റാരും ഒരു സംവിധായകനോട് നോ പറയുന്നത് പോലെയല്ല ഗിരീഷ് ഷെഡിയോട് നെസ്ലൻ നോ പറയുന്നത്. 4 സിനിമകളിലൂടെ നെസ്ലൻ എന്ന മുഖത്തെ മലയാളിക്ക് പരിചിതനാക്കിയ ഒരു സ്റ്റാർ വാല്യൂ പട്ടം അവന് നേടിക്കൊടുത്ത ഒരാളോടാണ് നെസ്ലൻ നോ പറഞ്ഞത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇപ്പോൾ ഈ ബത്ലഹേം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ബത്ലഹേം പ്രൈമലി 2 നടക്കേണ്ട സമയത്ത് നടന്നിട്ടുള്ളൊരു പടമാണ്. മമിതയുടെ എല്ലാം ഡേറ്റ് ആ ഒരു പ്രൈമലി 2-ന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഡേറ്റാണ്. ഗിരീഷ് ഷെഡി തന്നെ ഭാവനയോട് പ്രൈമലി 2 ചെയ്യാൻ കഴിഞ്ഞില്ല, നെസ്ലൻ കാരണം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാളുടെ മര്യാദ കാണിച്ചു. അവർക്ക് വേണ്ടിയിട്ട് തന്നെ മറ്റൊരു സിനിമ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സിനിമ പൊടി തട്ടിയെടുത്ത് ചെയ്യുന്നു. ഈ BKU ടീം മൊത്തം നോക്കിയാൽ നമുക്കറിയാം അത് പ്രൈമലുവിൻ്റെ ഫുൾ ടീമാണ്. നെസ്ലിനും മകളെയും മാത്രമാണ് ഇല്ലാത്തുള്ളൂ. ബാക്കി മൊത്തം പ്രൈമലുവിൻ്റെ ടീമാണ്. അങ്ങനെ താനാക്കിയ ഒരു സംവിധായകൻ്റെ അടുത്ത് സിനിമ വരുന്നു. അതും തനിക്ക് തന്നെ ഏറ്റവും വലിയൊരു വിജയം സമ്മാനിച്ച ഒരു ബാനറിൻ്റെ കീഴിൽ വീണ്ടും ആ ഒരു സിനിമ വരുന്നു. അതും പ്രൈമലി 2 നടക്കേണ്ട സമയത്ത് നടക്കാതെ പോയതുകൊണ്ട് നടക്കുന്ന ഒരു സിനിമ. അതും പോരാഞ്ഞിട്ട് പ്രൈമലുവിൻ്റെ മുഴുവൻ ടീമും വീണ്ടും ഒരു റീയൂണിയൻ പോലെ ഒന്നിക്കുന്ന ഒരു സിനിമ. എന്നിട്ട് പോലും ആ ഒരു സിനിമയുടെ ഒരു പോസ്റ്ററോ ഒരു ട്രെയിലറോ പോലും നെസ്ലൻ ഗിരീഷ് ഷെഡി വളർത്തി വലുതാക്കിയ ഒരു നെസ്ലൻ എന്ന് തന്നെ പറയണം. അതാണ് സത്യം, അത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ ഒരു നെസ്ലൻ ഷെയർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും അങ്ങനെ ഒഴിവാക്കി കളയേണ്ട ഒരു കേസല്ല. അത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു നെസ്ലൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു മോശം വ്യക്തിത്വം തന്നെയായിരുന്നു. തലക്കനമെന്നോ അഹങ്കാരമെന്നോ അല്ലെങ്കിൽ താൻ വലിയൊരാളായി പോയി എന്നെല്ലാം നമ്മൾ തോന്നുന്നു. നെസ്ലിനെല്ലാം മനസ്സിലാക്കേണ്ടത് സിനിമ എന്നത് ആത്യന്തികമായി സിനിമ സംവിധായകൻ്റേതാണ്, എഴുത്തുകാരൻ്റേതാണ്. അതിനുശേഷം തന്നെയാണ് ഇവിടെ ആക്ടേഴ്സ് ഉണ്ടാകുന്നുള്ളൂ.